മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് ഒക്ടോബർ 1-ാം തീയതി, നാളെ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ 2. നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ കർമ്മ പദ്ധതിയിൽ എല്ലാ വർഷവും ഒക്ടോബർ 2-ാം തീയതി ഉച്ചവരെ നമ്മുടെ പ്രവർത്തകരും അംഗങ്ങളും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും അധ്യാപകരുമൊക്കെ ഒരുമിച്ച് വന്ന് കുറേ കാര്യങ്ങൾ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കുടുംബ സംഗമമാണ് കഴിഞ്ഞ 10-12 വർഷമായിട്ട് നാഷണൽ ഹെറിറ്റേജ് സെന്റർ തൃശ്ശൂർ കീച്ചേരിക്കടുത്ത് നാഷണൽ ഹെറിറ്റേജ് സെന്റർ അവിടെ നടത്തുന്നത്. അപ്പോ നാളെ ആ പരിപാടിയുണ്ട്. അതിൽ കുറേ പേര് വരും. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കഴിഞ്ഞ 7-8 വർഷമായിട്ട് ധന്യമായി പ്രവർത്തിക്കുന്ന വ്യാസ കോളേജിലെ പ്രിൻസിപ്പാളായിരുന്ന ഡോക്ടർ ഹരിദാസൻ പിള്ളയുടെ സപ്തതിയാണ് ഈ ഒക്ടോബർ 2-ാം തീയതി. ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് ഈ സമയത്ത് വരും. നക്ഷത്രം അനുസരിച്ച് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അദ്ദേഹത്തിന് ഗംഭീരമായിട്ടുള്ള ഒരു ഫെലിസിറ്റേഷൻ ഒക്ടോബർ 2-ാം തീയതി വൈകുന്നേരം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒക്ടോബർ 1, നാളെ. ഇങ്ങനെ നാളെ മുഴുവനും നാഷണൽ ഹെറിറ്റേജ് സെന്റർ തൃശ്ശൂരിലാണ്. ഇതിൽ രണ്ടിലും പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വരാം. തീർച്ചയായിട്ടും ധന്യമായിട്ടൊരു അനുഭവമായിരിക്കും. അതെല്ലാ വർഷവും ഒക്ടോബർ 2-ാം തീയതി ഈ കുടുംബ സംഗമമുണ്ട്. ഇപ്രാവശ്യം കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. കുറേ വ്യക്തികൾക്ക്, വേദം പഠിച്ചവർക്കും മറ്റുള്ളവർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് നാളത്തെ ഒരു പരിപാടിയെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമല്ല. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഈ വീഡിയോ എന്നെങ്കിലും കേൾക്കുന്നവർ, നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെയോ കേൾക്കണമെന്നില്ല, കാണണമെന്നില്ല, എന്തെങ്കിലും കാണുന്നവരും കേൾക്കുന്നവരും ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട 3 ചെറിയ കാര്യങ്ങൾ. അതിലൊന്ന് കുറച്ച് വലുതാണ്. നിങ്ങൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇടതുപക്ഷമോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ RSSോ BJPയോ CPMോ CPIയോ കോൺഗ്രസോ കേരള കോൺഗ്രസോ ആരും ആവട്ടെ, ഈ ഭാരതത്തിന്റെ മക്കളാണ് നിങ്ങളെല്ലാവരും. 127-128 കോടി ജനങ്ങള് ഭാരതത്തിലുണ്ട്. ഈ ഭാരതത്തിലെ എല്ലാ നന്മകളുടെയും അവകാശികൾ നിങ്ങളാണ്, നമ്മളാണ്. എല്ലാ തിന്മകളുടെയും അവകാശികൾ നമ്മളാണ്. അപ്പൊ നമ്മുടെ പൂർവികർ നമുക്ക് തന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ സംസ്കാരം ഇന്ന് എല്ലാവരും എടുത്തു തുടങ്ങിയിരിക്കുന്നു. അസാധാരണമാം വിധത്തിലെ ലോകത്തില് പ്രത്യേക രീതിയിൽ മതാന്ധതയോടുകൂടി ജീവിക്കുന്ന മുസ്ലിങ്ങൾ പോലും ഇപ്രാവശ്യം നമ്മളുടെ പൈതൃകത്തോട് വളരെയധികം ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ കുറെ കാലമായിട്ട് ഹിന്ദു ധർമ്മത്തിലെ പലതും എടുക്കുന്നുണ്ട്. കുറേയധികം കാര്യങ്ങൾ അവരെടുക്കുന്നുണ്ട്. ഈ പൈതൃകത്തിന്റെ അവകാശികളാണ് നമ്മളെല്ലാവരും. നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട 3 കാര്യം. അതിലൊന്ന് വേദം വായിക്കാൻ പഠിക്കുക. ആ വേദം ഹിന്ദുക്കളുടെ ഒന്നുമല്ല. ഹിന്ദു എന്ന വാക്കൊന്നും അതിനകത്തില്ല. ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും പേര് ഹിന്ദു എന്നാണ്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിമാലയം മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ആ സിന്ധു പര്യന്തം യസ്യ ഭാരതഭൂമികാഃ മാതൃഭൂ പിതൃഭൂശ്ചൈവ സ വൈ ഹിന്ദുരിതി സ്മൃത. ഹിമാലയം മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ദേവഭൂമിയെ മാതൃഭൂമിയും പിതൃഭൂമിയുമായിട്ട്
ആരാണോ കണക്കാക്കുന്നത്, മാതൃഭൂമിയായിട്ടും പിതൃഭൂമിയായിട്ടും ആരാണോ കണക്കാക്കുന്നത് അവരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ക്രിസ്തു ഉണ്ടാക്കാൻ സാധ്യതയുള്ള മതമാണ് ക്രിസ്തുമതം. പ്രവാചകൻ മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ് ഇസ്ലാം മതം. ശ്രീബുദ്ധൻ ഉണ്ടാക്കിയത് ബുദ്ധമതം. ജൈനൻ ഉണ്ടാക്കിയത് ജൈനമതം. അങ്ങനെ ഒരു വ്യക്തിയല്ല ഹിന്ദു ധർമ്മം ഉണ്ടാക്കിയത്. അനവധി ഋഷീശ്വരന്മാര് നമ്മളുടെ പൂർവ്വപിതാമഹന്മാരാണ്. അവരെഴുതിയതാണ് വേദം. അത് മാനവരാശിക്ക് വേണ്ടിയാണ്. അതിൽ ദേവന്മാരുടെ പേരുകളില്ല, ഒരു വിഭാഗത്തിൻ്റെതല്ലാതെ. അത് വായിക്കാൻ നിങ്ങൾ പഠിക്കണം. എല്ലാ ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും ഹിന്ദുക്കളോടും പറയാനുള്ളതാണ്. നിങ്ങൾ ഏത് വിഭാഗത്തിലുള്ളവരാവട്ടെ, എതിർക്കുന്നവരാണെങ്കിൽ പോലും എതിർക്കാൻ വേണ്ടി പഠിക്കണം. വേദം വായിക്കാൻ പഠിക്കണം. പഠിക്കുന്നതിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ളത് വേദപഠനം. അതെനിക്ക് ഉറപ്പാണ്. ഞങ്ങളുടെ സ്കൂളിൽ ജൂൺ മാസം 9-ാം തീയതി മുതൽക്ക് വേദം കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഏതാണ്ട് ജൂലൈ മാസം മുതൽക്ക് പട്ടാമ്പിയിലുള്ള മഹർഷി വിദ്യാലയയിൽ വേദം പഠിപ്പിക്കുന്നുണ്ട്, ടെലി ക്ലാസ്സുകൾ. ഇന്നലെയും മിനിഞ്ഞാന്നും ആർട്ടിക്കോഷ്യനിലുള്ള മലയാളികൾക്ക് ക്ലാസ് എടുത്തിരുന്നു. കഴിഞ്ഞ ആഴ്ച ചെന്നൈയില് കുറെ നൂറുകണക്കിന് ആൾക്കാർ വേദം പഠിക്കാൻ വന്നിരുന്നു. ഈ ഒരാഴ്ചയിൽ തിരുവനന്തപുരത്ത് കുറേ ക്ലാസ്സുകൾ വേദത്തിന്റെ നടത്തി. ഏതാണ്ട് 10,000 പേര് ഇപ്പോൾ വേദം പഠിക്കുന്നുണ്ട്. പഠിക്കുന്നതിൽ ഏറ്റവും ഉജ്ജ്വലം വേദപഠനം. എവിടെയൊക്കെ വേദം പഠിപ്പിക്കുന്നുണ്ടോ, ഏതൊക്കെ സ്കൂളിൽ, ഞങ്ങളുടെ സ്കൂൾ ഉൾപ്പെടെ, ഇവിടെയൊക്കെ കുട്ടികളിൽ അടിമുടി മാറ്റം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അർത്ഥം അറിഞ്ഞുകൊണ്ടല്ല അവർ പഠിക്കുന്നത്. അർത്ഥം അറിയണമെന്ന് നിർബന്ധിക്കാറുമില്ല. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമാണ്. അർത്ഥം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ആ വേദമന്ത്രങ്ങളുടെ മഹത്വം ശരിക്കും പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളും വേദം വായിക്കാൻ പഠിക്കണം. CD വേണമെങ്കിൽ CD അയച്ചു തരാം, പുസ്തകം കൂടി ചേർത്ത്. ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. പരമാവധി കോപ്പി എടുത്തിട്ട് പുസ്തകം എത്ര വേണോ ആ പുസ്തകവും ഒരു CD അയച്ചു തരാം. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ CD പറയുന്നത് കേട്ട്, CD വേദം മാത്രമല്ല, എങ്ങനെ പഠിക്കണമെന്നുള്ള വിവരണവും കൂടിയുണ്ട്. അങ്ങനെ പഠിക്കാൻ ശ്രമിക്കണം. 1. 2, ഈ ഒക്ടോബർ 11-ാം തീയതി വിജയദശമിയാണ്. ആചരണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം, പഠനത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം വേദപഠനം, ആചരണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം വിദ്യാരംഭം. ചെറിയ 1 മിനിറ്റ് മതി. ശരിക്കും നിങ്ങളെല്ലാവരും ലോകത്തിൽ എവിടെയുള്ളവരാണെങ്കിലും, ഹിന്ദുക്കൾ തന്നെ ആവണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ പൈതൃകം നിങ്ങളുടെ എല്ലാവരുടെയാണ്. രാവിലെ ഈ വിജയദശമി ദിവസം എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ സാധിക്കുമെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി, സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ 3 പ്രാവശ്യം പറഞ്ഞ് ഒരു പ്ലേറ്റില് അരിയെടുത്ത് ഓം ഹരിശ്രീ ഗണപതയേ നമഃ എന്ന് എഴുതുക. എല്ലാ വർഷവും പുതുവർഷം വരുന്ന പോലെ, വിഷു വരുന്ന പോലെ, ഓണം വരുന്ന പോലെ, ക്രിസ്തുമസ് വരുന്ന പോലെ, റംസാൻ വരുന്ന പോലെ വിദ്യാരംഭത്തിനൊരു സ്റ്റാർട്ടിംഗ് ഡേ ഉണ്ട്. ആ സ്റ്റാർട്ടിംഗ് ഡേ ആണ് വിജയദശമി എന്ന് പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. ഞാൻ നേരത്തെ വേദം പഠിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞു, വായിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു. ഒരിക്കൽ വായിക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വേദം ഫുള്ളായിട്ട് വായിക്കാൻ പഠിക്കാം. മലയാളത്തിലേക്ക് വേദം മുഴുവനും ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ചെയ്തത്. അതിൻ്റെ സ്വരചിഹ്നത്തോടുകൂടി ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പുസ്തകമാണ്, 40 അധ്യായം. ഒരു ജന്മത്തിൽ ഒരു വേദം. അത് 1 വർഷം കൊണ്ട് വായിച്ചാൽ മതി. 1 മാസം കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ, ഒരാഴ്ച കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ. 220 പേജേ ഉള്ളൂ. വലിയ അക്ഷരത്തിൽ 220 പേജേ ഉള്ളൂ. ആ വേദം ഈ വിജയദശമിയുടെ അന്ന് മുതൽക്ക് വായിക്കാൻ പഠിക്കുക. എന്നിട്ട് മറ്റുള്ളവരെയും ഈ കർമ്മം ചെയ്യിപ്പിക്കുക. നമ്മുടെ ജീവിതം അടുക്കും ചിട്ടയും ഉള്ളതാവണം. ഈശ്വരനുണ്ടോ സരസ്വതി ദേവിയുണ്ടോ അതൊക്കെ വേറെ പ്രശ്നം. നമ്മുടെ ജീവിതത്തിന്റെ അടുക്കും ചിട്ടയും. മഹാത്മാഗാന്ധി ജനിച്ചു,
മഹാത്മാഗാന്ധി ജീവിച്ചു, മഹാത്മാഗാന്ധി മരിച്ചു, എന്നിട്ടും ഒക്ടോബർ 2-ാം തീയതി ഇപ്പോഴും ഹോളിഡേ കൊടുക്കുന്നില്ലേ? എന്തിനാത് കൊടുക്കുന്നത്? ആ സ്മരണയ്ക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പൊ പഠനങ്ങളിൽ വെച്ച് വേദപഠനം, നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിൽ നേരെ PDF ഫോർമാറ്റിൽ പുസ്തകം അവൈലബിൾ ആണ്. അത് കോപ്പി എടുത്ത് മുമ്പിൽ വെക്കുക. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വേദം പഠിപ്പിക്കാനുള്ള ക്ലാസ് എടുക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട എഡ്മണ്ടണിലേക്ക് ഇന്നലെ എടുത്ത പോലെ ആൻഡമാൻ നിക്കോബാറിലേക്ക് എടുക്കാറുണ്ട്, അരുണാചൽ പ്രദേശിലേക്ക് എടുക്കാറുണ്ട്, സൗദി അറേബ്യയിലേക്ക് എടുക്കാറുണ്ട്, പല സ്ഥലത്തേക്ക് എടുക്കാറുള്ള മാതിരി ഭൂമിയിൽ എവിടേക്ക് വേണമെങ്കിൽ ക്ലാസ് എടുക്കാൻ സാധിക്കും. ക്ലിയർ ആയിട്ട് കേൾക്കാനും സാധിക്കും. ഈ വിജയദശമിയുടെ അന്ന് വിദ്യാരംഭം ആചരിക്കണം. മൂന്നാമത്തേത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കർക്കിടകത്തിലെ കറുത്ത വാവിന് പിതൃകർമ്മം ചെയ്യണം. ആ പിതൃകർമ്മം ഒരിക്കലും മുടക്കരുത്. നമുക്ക് മരിച്ചുപോയ അച്ഛനും അമ്മയ്ക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. അതൊരു ചോദ്യമേ അല്ല. അതിനെ എതിർക്കുന്നവരുണ്ടാവാം, അവഹേളിക്കുന്നവരുണ്ടാവാം. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. അവർക്ക് എതിർക്കാനും അവഹേളിക്കാനും സ്വാതന്ത്ര്യമുണ്ട് താനും. നമുക്കിത് അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ പഠനങ്ങളിൽ വെച്ച് വേദപഠനം, ആചരണങ്ങളിൽ വെച്ച് വിദ്യാരംഭം, അതുപോലെ തന്നെ കർമ്മങ്ങളിൽ വെച്ച് പിതൃകർമ്മം. നിങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ വിദ്യാരംഭം നടത്തുന്നുണ്ടെങ്കിൽ ഏത് പ്രായക്കാരാണെങ്കിലും വിരോധമില്ല. തൃശ്ശൂര് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഉണ്ട്. അവിടെ ഞാൻ തന്നെ പിന്നെ എൻ്റെ കൂട്ടത്തിലുള്ളവരും വിദ്യാരംഭം നടത്തുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും കയ്യിൽ നാരായം കൊണ്ട് ഹരിശ്രീ ഗണപതേ നമഃ എഴുതുന്ന ഞാനായിരിക്കും. നാക്കിലെ എല്ലാ കുട്ടികൾക്കും സ്വർണം കൊണ്ട് എഴുതുന്നത് ഡോക്ടർ ഹരിദാസൻ പിള്ള ആയിരിക്കും. നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പാളായിരിക്കും. അരി കൊണ്ട് കുട്ടികളെ ഹരിശ്രീ ഗണപതേ നമഃ എഴുതിക്കും. അപ്പൊ 5 രീതിയിലാണ് കുട്ടികളെ എഴുതിക്കുന്നത്. അപ്പൊ ഒക്ടോബർ 11-ാം തീയതി വിജയദശമിക്ക് സാധിക്കുമെങ്കിൽ വരിക. നിങ്ങളിൽ ഒത്തിരി പേരുടെ അനുഗ്രഹം കൊണ്ടാണ് തൃശ്ശൂർ കേച്ചേരിക്കടുത്തുള്ള നാഷണൽ ഹെറിറ്റേജ് സെന്റർ വികസിക്കുന്നത്. അത് കാണാനും നിങ്ങൾക്കൊരവസരമാണ്. ഹോളിഡേ ആണല്ലോ. നാഷണൽ ഹൈവേയുടെ സൈഡിലാണ്. റിക്വസ്റ്റ് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ഹയസ്റ്റ് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നിന്ന് 1 കിലോമീറ്റർ പുറകോട്ട് തൃശ്ശൂർ ഡയറക്ഷനിൽ കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് വരണം. നമുക്ക് ഒരുമിച്ച് കൂടാം. ഒന്ന് അറിയണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എന്താണെന്ന്. കർക്കിടകത്തിലെ കറുത്ത വാവിനും ഒരു 10,000 പേര് പങ്കെടുക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പിതൃകർമ്മം അത് ഞാൻ തന്നെയാണ് നടത്തിക്കുക. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാറില്ല. എല്ലാം കഴിഞ്ഞിട്ട് 12 മണിക്ക് ഗ്ലാസ് വെള്ളം കുടിക്കാറുള്ളൂ. രാവിലെ 4:15 ആദ്യത്തെ ബാച്ച് തുടങ്ങും. 700 പേരുണ്ടാവും. അങ്ങനെ 400, 700, 800 പേര് ഒരു ഹാളിൽ 800 പേരിയിരിക്കും. അവരുടെ കർമ്മം കഴിഞ്ഞാൽ ഞാൻ അപ്പുറത്തെ ഹാളിലേക്ക് പോകും. അവിടെ 400 പേരിയിരിക്കുന്നുണ്ടാവും. അങ്ങനെ മാറി മാറി പിതൃകർമ്മം നടത്തുക. പിതൃപൂജ എന്ന രീതിയിൽ കർക്കിടകത്തിലെ കർത്തവാവിന് ചിലർക്ക് വരാൻ പറ്റില്ല ദൂരെ നിന്ന്. അപ്പോ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ശിവരാത്രിയുണ്ട്. മൃത്യുഞ്ജയന്റെ ദിവസമാണ്. മൃത്യുവിനെ ജയിക്കാൻ, ജീവിത ദുഃഖങ്ങളെ ജയിക്കാനുള്ള ദിവസമാണ് ശിവരാത്രി ദിവസം. ആ ശിവരാത്രി ദിവസം പിതൃപൂജ നടത്തുന്നുണ്ട്. സാധിക്കുമെങ്കിൽ വരിക. രാവിലെ തൊട്ട് 10 മണി വരെ ഉണ്ട്. വലിയ മഴയില്ല, തണുപ്പില്ല, ഒന്നുമില്ല. തലേ ദിവസം വരണമെങ്കിൽ വരാം. പക്ഷേ ഞാൻ പറഞ്ഞത് വേദം പഠിക്കണം. പഠിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലം വേദപഠനം, ആചരണങ്ങളിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലം ഈ വിദ്യാരംഭം, അരിയിൽ എഴുതുക. അതേപോലെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ കർമ്മം പിതൃകർമ്മം, പിതൃപൂജ. രണ്ടിലേതെങ്കിലും ദിവസം, ഒന്നുകിൽ കർക്കിടകത്തിലെ കർത്തവാവ് അല്ലെങ്കിൽ ശിവരാത്രി. ചിലർ ചോദിക്കാറുണ്ട് അച്ഛനും അമ്മയും മരിച്ച ദിവസം ചെയ്തോട്ടെ എന്ന്. അത് ചെയ്യുന്നവർക്ക് അതും ചെയ്യാം. അങ്ങനെ സാധിക്കട്ടെ. 3 കർമ്മം. പ്രണാമം. നമസ്കാരം.